ആപ്പിൾ സിഇഒയ്ക്ക് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഇന്ത്യയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണ്ട. ആപ്പിൾ കമ്പനി തങ്ങളുടെ നിർമ്മാണം കൂടുതൽ ഇന്ത്യയിൽ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി, കൂടുതൽ പ്ലാന്റുകൾ ഇന്ത്യയിൽ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി, കൂടുതൽ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനെ ശക്തമായി എതിർത്തുകൊണ്ടാണ് ട്രംപ് തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആപ്പിൾ ഞങ്ങൾക്ക് വേണ്ട എന്ന അമേരിക്ക ഭരണാധികാരി പറയുമ്പോൾ അത് ഇന്ത്യയോട് അദ്ദേഹത്തിനുള്ള എത്രമാത്രം വിരോധത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് കൂടുതലാണ്, ഇന്ത്യ കൂടുതൽ നികുതി ഈടാക്കുന്നു എന്നൊക്കെ വാതോരാതെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ട്രംപിന് ഇപ്പോൾ ഈ ആപ്പിൾ പോലൊരു വലിയ കമ്പനി ഇന്ത്യയിൽ അവരുടെ പ്ലാന്റുകൾ കൂടുതലായി തുടങ്ങുന്നതിനോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോൾ ഈ രാജ്യം വളരെ വേഗത്തിൽ കുതിക്കുന്നതിലുള്ള അസൂയ, ഭാരതത്തിൽ ഏഷ്യയിൽ നിന്ന് തന്നെ വളരെ വേഗത്തിൽ ഇന്ത്യ കരുത്താർജിച്ച് വരുന്നതിനുള്ള അസൂയമൂത്ത് ട്രംപ് പറയുന്നത് പോലെയാണ് തോന്നുന്നത്. എന്തായാലും ഇന്ത്യയിൽ കൂടുതൽ വ്യവസായങ്ങൾ വരുന്നതിന് ഇതുപോലുള്ള ട്രംപന്മാർക്ക് വിരോധം തോന്നുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ലോകം അതിവേഗം വളരുമ്പോൾ അതിനേക്കാൾ വേഗത്തിൽ വളരാൻ കൊതിക്കുന്നൊരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ധാരാളം വ്യവസായ സ്ഥാപനങ്ങൾ വരണമെന്നും ധാരാളം പ്ലാന്റുകൾ, പല കമ്പനികളുടെയും ധാരാളം പ്ലാന്റുകൾ തുടങ്ങണമെന്നും ഇവിടെയുള്ള ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നു. ചൈനയിൽ ഓരോ വീട്ടിലും ഓരോ യൂണിറ്റ് വന്നെങ്കിൽ ഇന്ത്യയിലും അതുപോലുള്ള സംരംഭങ്ങളൊക്കെ ഇന്ത്യയിലും ഉണ്ടാകണം. കാരണം ഇന്ത്യ ലോകത്തെ വലിയ ശക്തിയായി മാറേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പണ്ടത്തെ ഇന്ത്യയല്ല, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമാന്മാരെ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ പല സ്ഥലങ്ങളിലും പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഇന്ത്യയുടെ സംഭാവനയാണ്. അവരുടെ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് പല സ്ഥലത്തും പല പ്രൊഡക്റ്റുകളും വികസിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വിപണനം നടത്തുമ്പോൾ അതിൽ വലിയൊരു പങ്ക് ഇന്ത്യയിൽ ജനിച്ച ആ ചെറുപ്പക്കാരുടെ സംഭാവനയാണ് എന്നുള്ളതൊന്നും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഇന്ത്യയിൽ ഒന്നും പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഇതുപോലുള്ള നയങ്ങൾ ഒരു ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി നിലകൊള്ളുന്ന അമേരിക്ക പോലുള്ള രാജ്യത്തെ ഭരണാധികാരികൾക്ക് ഒരിക്കലും ചേർന്നതല്ല. അതൊരു നല്ല വാക്കല്ല ശരിക്കും അദ്ദേഹം പറയുന്നത്. കാരണം ഇന്ത്യയിൽ നല്ല നല്ല വ്യവസായങ്ങൾ വളരുകയും ഇന്ത്യ ലോകത്ത് തന്നെ ഒരു വലിയ ശക്തിയായി മാറുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ്. അതിലൊരു മാറ്റമുണ്ടാക്കുക